കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിന് നേരെ ആസിഡ് ആക്രമണം. വെട്ടിക്കവല സ്വദേശി നേതുവിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത് ഭർത്താവ് ബിബിൻ രാജുവാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് സമീപമായിരുന്നു സംഭവം. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബിബിനെ പുനലൂർ പോലീസ് പിടികൂടി. നേതുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രി ലിഫ്റ്റ് കേടായ സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരന്റെ റിപ്പോർട്ട്. പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ കാലതാമസമെടുത്തതും രോഗികൾക്കായി ലിഫ്റ്റിന് പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ബന്ദിയോട് സ്വദേശിയുടെ മൃതദേഹം ചുമന്ന് താഴെ എത്തിച്ചത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു രോഗിയെ 6ാം നിലയിൽ നിന്ന് ചുമന്ന് താഴെയിറക്കിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 മാസമായി. ഓപ്പറേഷൻ തിയേറ്റർ, ICU, ഗൈനക്കോളജി വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ 5-6 നിലകളിലാണ്. ആശുപത്രിയിൽ റാമ്പ് സംവിധാനമില്ലാത്തതിനാൽ രോഗികളെ എത്തിക്കുന്നതും മാറ്റുന്നതുമെല്ലാം ഇങ്ങനെ ചുമന്നുകൊണ്ടാണ്. 4 ലക്ഷം രൂപയാണ് ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും എടുക്കും ഇത് ശരിയാക്കാനെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച പ്രതികൾ ഡോക്ടറുടെ മുറിയിൽ അതിക്രമം നടത്തി. വിവേക്, വിഷ്ണു എന്നീ സഹോദരങ്ങളാണ് ആക്രമിച്ചത്. ഡോക്ടറുടെ മുറിയിലുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം ഇവർ നശിപ്പിച്ചു. ആക്രമണത്തിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. മദ്യപിച്ച് ബഹളം വച്ചതിന് കഴിഞ്ഞ ദിവസം രാത്രി ഓട്ടോ ഡ്രൈവറായ വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വിവേകും ഇതിനിടെ ആശുപത്രിയിലെത്തിയ സഹോദരൻ വിഷ്ണുവും ചേർന്ന് ആക്രമണം നടത്തുകയായിരുന്നു. കൊച്ചി നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 3 സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും 2 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടങ്ങിയ 5-അംഗ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവായി. സർക്കാരും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് നടത്തുന്ന സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം വഴി സാധിക്കും. ബ്രഹ്മപുരത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് നിലവിൽ മറ്റ് നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ 5 പേരെ നിയമിച്ചത്. എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്ററായി വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി KK മനോജിനെയും നിയമിച്ചിരുന്നു. സംസ്ഥാനത്ത് വേനൽമഴ തുടരുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുമാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. മെയ് 4 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇപ്രകാരമാണ് അടുത്ത ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധുരപാനീയങ്ങളുടെ ദിവസേനയുള്ള ഉപയോഗം പ്രമേഹ രോഗികളിൽ മരണസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനം. ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. മധുരമിടാത്ത ചായ, കാപ്പി, വെള്ളം എന്നിവ സോഡയ്ക്കും മധുരപാനീയങ്ങൾക്കും പകരം പ്രമേഹ രോഗികൾ ഉപയോഗിക്കണമെന്നും ഗവേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. 12,000-ലധികം പേരെ പങ്കെടുപ്പിച്ച് 18.5 വർഷം കൊണ്ടാണ് ഗവേഷണം നടത്തിയത്. പഞ്ചസാര കലർന്ന പാനീയങ്ങൾ കുടിച്ചവർക്ക് പ്രമേഹം മാത്രമല്ല ഹൃദ്രോഗവും വരാനുള്ള സാധ്യത അധികമാണെന്ന് കണ്ടെത്തി. അതേസമയം മധുരമില്ലാത്ത ചായ, കാപ്പി, സാധാരണ വെള്ളം എന്നിവ ഉപയോഗിച്ചവർക്ക് ഏതെങ്കിലും കാരണം മൂലമുള്ള അകാല മരണസാധ്യത 18%, ഹൃദ്രോഗം മൂലമുള്ള അകാല മരണസാധ്യത 24% കുറവാണെന്നും ഗവേഷകർ പറയുന്നു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിലാണ് ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചത്. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.